എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം നിങ്ങൾ ഉപയോഗിക്കുന്ന നിങ്ങളുടെ ഷാമ്പു ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എത്ര പേര് വിശ്വസിക്കും? മിക്ക ആളുകൾക്കും ഷാമ്പു യൂസ് ചെയ്തിട്ട് മുടിയിൽ എങ്ങനെയാണ് പ്രശ്നങ്ങൾ വരിക എന്നാൽ നിങ്ങളുടെ മുടിയുടെ എല്ലാ പ്രശ്നങ്ങൾക്കും മെയിൻ ആയിട്ടുള്ള ഒരു കാരണം നിങ്ങൾ ഉപയോഗിക്കുന്ന ഷാമ്പു ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എത്ര പേര് വിശ്വസിക്കും? കുറച്ച് ആളുകൾക്കൊക്കെ ഇത് വിശ്വസിക്കാൻ ഭയങ്കര പാടായിരിക്കും അല്ലേ? അപ്പൊ അതെന്തുകൊണ്ടാണ് എന്നുള്ളത് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. കാരണം നമ്മുടെ മുടിയുടെ മെയിൻ ആയിട്ടുള്ള ഒരു പാർട്ട് എന്ന് വെച്ചാൽ അത് തീർച്ചയായിട്ടും നമ്മൾ ഉപയോഗിക്കുന്ന ഷാമ്പു ആണ്. ആ ഒരു ഷാമ്പു നിങ്ങൾ തെറ്റായ രീതിയിലാണ് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മുടി വളരാൻ വേണ്ടിയിട്ടോ മുടിക്ക് ഉള്ളു വെക്കാൻ വേണ്ടിയിട്ടോ നിങ്ങൾ ചെയ്യുന്നതൊന്നും റിസൾട്ട് കിട്ടാതിരിക്കുകയാണെങ്കിൽ അതിന് മെയിൻ ആയിട്ടുള്ളൊരു റീസൺ ഇതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത്രമാത്രം യൂസ്ഫുൾ ഉള്ളതാണ്. അപ്പം നമുക്ക് ഒട്ടും താമസിക്കാതെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പൊ ഞാൻ ആദ്യം തന്നെ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ടോപ്പിക് എന്നല്ല, നമ്മുടെ മുടിയുടെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് മുടിക്ക് ഉള്ളില്ല, വോള്യൂം ഇല്ല എന്നുള്ളത്. അപ്പൊ നിങ്ങളുടെ മുടി തീരെ വണ്ണമില്ലാതെ ഇങ്ങനെ കൊഴിവാല് പോലെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കേണ്ട ഷാമ്പു ഏതാണെന്നറിയാമോ? വോള്യൂമൈസിങ് ഷാമ്പു ആണ്. അങ്ങനെ ഒരു ഷാമ്പു ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമോ? ആ ഒരു ഷാമ്പു ഉപയോഗിച്ച് നിങ്ങൾ മുടി കഴുകുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഷാമ്പു ഇട്ട് മുടി കഴുകി എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ മുടിക്ക് നല്ലൊരു വോള്യം തോന്നിപ്പിക്കുന്നത് പോലെ സഹായിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഷാമ്പു നിങ്ങൾ യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. പൊതുവേ നമ്മൾ എണ്ണയിട്ട് മുടി കഴുകി കഴിഞ്ഞാൽ, എണ്ണയിട്ട് ഷാമ്പു ഇട്ട് മുടി കഴുകി കഴിഞ്ഞാൽ മുടിക്ക് ചെറിയൊരു വോള്യം തോന്നിപ്പിക്കും. എണ്ണ ഇടുന്ന സമയത്ത് അത് ഒന്നും കൂടി ഒട്ടിപ്പിടിച്ച പോലെ ഉണ്ടാവും. അപ്പൊ ഈ ഒരു വോള്യൂമൈസിങ് ഷാമ്പു കൂടെ നിങ്ങൾ തിരഞ്ഞെടുത്ത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നോർമലി ഷാമ്പു ഇട്ട് കഴുകിയാലേ വണ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ വോള്യൂമൈസിങ് ഷാമ്പു ഇട്ട് മുടി കഴുകി കഴിഞ്ഞാൽ അത് 2 ഇരട്ടി തിക്കായിട്ട് നിങ്ങളുടെ മുടിയെ തോന്നിപ്പിക്കാൻ അത് നന്നായിട്ട് സഹായിക്കും. അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു ഷാമ്പു എന്ന് വെച്ചാൽ ലോറിയൽ പാരീസിന്റെ ഷാമ്പു ആണ് കേട്ടോ. അത് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ല രീതിക്ക് മുടിക്ക് വോള്യൂം ഉള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഡ്രൈ ഹെയർ ആണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് യൂസ് ചെയ്ത് നോക്കാവുന്നതാണ്. ഇവിടെ ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യത്തെ ഷാമ്പു തിരഞ്ഞെടുക്കേണ്ട വിധമാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. ഇനി രണ്ടാമത്തെ രീതി എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തർക്കും ഓരോ ഹെയർ ടൈപ്പുകളാണ് ഉള്ളത്. നോർമൽ ഹെയർ ഉണ്ട്, ഡ്രൈ ഹെയർ ഉണ്ട്, ഓയിലി ഹെയർ ഉണ്ട്, കോമ്പിനേഷൻ ഹെയർ ഉണ്ട്. അപ്പൊ ഈ 4 ഹെയർ ടൈപ്പുകാർക്കും ഡിഫറെന്റ് ആയിട്ടുള്ള ഷാമ്പൂസ് ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഡ്രൈ ഹെയറുടെ ഷാമ്പു ഓയിലി ഹെയറുകാരും, ഓയിലി ഹെയറുകാരുടെ ഷാമ്പു ഡ്രൈ ഹെയറുകാരും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് രണ്ടും വിപരീത ഫലമായിരിക്കും നമുക്ക് തരിക. അപ്പോൾ ആദ്യം ഞാൻ പറയാൻ പോണത് ഡ്രൈ ഹെയറുകാർക്കുള്ള ഷാമ്പൂസ് ആണ്. അപ്പോൾ ഓൾറെഡി നിങ്ങളുടെ മുടി നല്ല ഡ്രൈ ആണ്. അപ്പൊ നിങ്ങൾ ഷാമ്പൂ തിരഞ്ഞെടുക്കുമ്പോൾ ഡീപ്പ് മോയ്സ്ചറൈസിങ് ആയിട്ടുള്ള ഷാമ്പൂ, ഡീപ്പ് നറിഷിംഗ് ആയിട്ടുള്ള ഷാമ്പൂസ് വേണം നിങ്ങൾ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ഹൈഡ്രേഷൻ, നമ്മുടെ മുടിക്ക് നല്ലൊരു ഹൈഡ്രേഷൻ തരുന്ന ഷാമ്പൂസ് ആയിട്ട് നിങ്ങൾ തിരഞ്ഞെടുക്കുക. അതിൽ തന്നെ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ഈ ഒരു ഷാമ്പൂ എന്തിനാണ്, ഫ്രിസ് കൺട്രോൾ ആയിട്ടുള്ള ഷാമ്പൂ, അങ്ങനെ അതിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ആ ഒരു ഷാമ്പു ആണ് നിങ്ങളുടെ മുടിയിൽ നിങ്ങൾ വാങ്ങിച്ച് യൂസ് ചെയ്യേണ്ടത്. അപ്പൊ അതാ ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇനി രണ്ടാമത്തെ കാര്യം എന്താന്ന് വെച്ചാൽ ഓയിലി ഹെയർ ആണ്. ഓയിലി ഹെയറുകാരുടെ മെയിൻ പ്രശ്നം എന്താന്ന് വെച്ചാൽ തലയിലെ അഴുക്ക് കളയുക, അതേപോലെ തന്നെ എണ്ണമയം കളയുക എന്നുള്ളതാണ്. അപ്പോ അവർക്ക് യൂസ് ചെയ്യേണ്ടത് ക്ലാരിഫയിങ് ആയിട്ടുള്ള ഷാമ്പൂസ് ആണ്. അതായത് നമ്മുടെ സ്കാൽപ്പ് നല്ലതുപോലെ ക്ലീൻ ചെയ്യാനും നമ്മുടെ എണ്ണമയം ക്ലീൻ ചെയ്യാനും, എണ്ണമയം കൂടുതലുള്ളത് കൊണ്ട് തന്നെ ഇവർക്ക് പെട്ടെന്ന് തലയിൽ ഡാൻഡ്രഫ് വരാനും അഴുക്ക് പടിയാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഷാമ്പൂസ് വേണം നിങ്ങൾ, ഡീപ്പ് ക്ലാരിഫയിങ് ഷാമ്പൂസ് വേണം നിങ്ങൾ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. അതല്ലാതെ നിങ്ങളിപ്പോ ഡ്രൈ ഹെയറുകാരുടെ സ്മൂത്ത് ആയിട്ടുള്ള ഷാമ്പു, മുടി നമ്മളിങ്ങനെ ഷാമ്പു കൊണ്ടോ സൂപ്പർ ആണല്ലോ, ഇത് സ്മൂത്ത് ആണ്, അപ്പൊ ഇത് നമ്മൾ യൂസ് ചെയ്യാന്ന് വെച്ച് ഓയിലി ഹെയറുകാർ യൂസ് ചെയ്താലുള്ള പ്രശ്നം എന്താണെന്ന് ആലോചിച്ച് നോക്കൂ. ഓൾറെഡി നിങ്ങളുടെ പ്രശ്നമേ ഇങ്ങനെ മുടി ഒട്ടി ഇങ്ങനെ കിടക്കുക എന്നുള്ളതാണ്. വീണ്ടും നിങ്ങൾ സ്മൂത്ത് ആയിട്ടുള്ള ഷാമ്പൂസ് വാങ്ങിച്ച് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുടി വീണ്ടും ഒട്ടിപ്പോകും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മുടിയിലെ എണ്ണമയൊക്കെ കളഞ്ഞ് കുറച്ച് വോള്യം തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഷാമ്പൂസ് നിങ്ങൾ യൂസ് ചെയ്യുന്നതാണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഇനി മൂന്നാമത്തത് കോമ്പിനേഷൻ ഹെയറുകാർക്ക് ഉള്ളതാണ്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ കോമ്പിനേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ സ്കാൽപ്പ് ഓയിലി ആയിരിക്കും, മുടി വന്നിട്ട്
ഡ്രൈ ആയിരിക്കും. നേരെ മറിച്ച് ഓപ്പോസിറ്റും അങ്ങനെ ഉണ്ടാവും. ചിലർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ മുടി ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും, പക്ഷെ സ്കാൽപ്പ് ഭയങ്കര ഡ്രൈ ആയിരിക്കും. കോമ്പിനേഷൻ എന്ന് പറയുന്നതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം അതാണ്. അപ്പൊ നിങ്ങൾ എപ്പോഴും തിരഞ്ഞെടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ഷാംപൂസ് ഉണ്ടാവും, അതിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയുള്ള ഷാംപൂസ് വേണം നിങ്ങൾ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റും. അയ്യോ, എൻ്റെ ഭയങ്കര സ്കാൽപ്പ് ഭയങ്കര ഓയിലിയാണ്, പക്ഷെ എൻ്റെ മുടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഡ്രൈ ആയിട്ട് തോന്നുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും തീർച്ചയായിട്ടും. കുറേ കാലമായില്ലേ നമ്മൾ ഈ മുടിയും കൊണ്ട് പരിചരണമായിട്ട് നടക്കണോ. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ മുടിയുടെ പ്രശ്നം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇപ്പൊ ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങൾ ഊഹിച്ചെടുത്താൽ മതി. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ആ ഒരു രീതിയിലുള്ള ബാലൻസ്ഡ് ആയിട്ടുള്ള ഷാംപൂസ് വേണം നിങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി അടുത്തത് നോർമൽ ഹെയർ ടൈപ്പ് ആണ്. അപ്പൊ നോർമൽ ഹെയർ ടൈപ്പുകാർക്ക് ഈ പറഞ്ഞതുപോലെ സ്മൂത്തിന്റെയോ ഓയില് അങ്ങനെയൊന്നും ഇല്ലാതെ നോർമൽ ആയിട്ടുള്ളൊരു ഷാമ്പൂ തിരഞ്ഞെടുക്കുക. നോർമൽ അതിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും നോർമലായിട്ട് നമ്മുടെ മുടിയെ ഹൈഡ്രേറ്റഡ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ഷാമ്പൂ നോക്കി നോർമൽ ഹെയർകാർക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ മുടിയിൽ നമ്മൾ ഷാമ്പൂ ഉപയോഗിക്കേണ്ടത്. അതല്ലാതെ നമ്മളൊരു കടയിൽ ചെന്ന് അല്ലെങ്കിൽ മറ്റാരെങ്കിലും പറഞ്ഞു, ഇപ്പൊ വേറൊരു സുഹൃത്ത് നിങ്ങളോട് പറയാണ്, അയ്യോ ഞാൻ ഈ ഒരു ഷാമ്പൂ യൂസ് ചെയ്തു, പക്ഷെ ഈ ഷാമ്പൂ ഉണ്ടല്ലോ വേറെ ലെവലാണ്, നീ ട്രൈ ചെയ്ത് നോക്കൂ എന്ന് പറയുമ്പോൾ അവരുടെ ഹെയർ ടൈപ്പും നിങ്ങളുടെ ഹെയർ ടൈപ്പും ഒന്നാണോ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ യൂസ് ചെയ്തോളൂ, പ്രശ്നമല്ല. അതല്ലാതെ ഒരാൾ പറയണമെന്ന് വെച്ച് ആ ഷാമ്പൂ യൂസ് ചെയ്യാതിരിക്കുക, സെയിം ആണെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യുക. ഇങ്ങനെ നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങളുടെ ഷാമ്പൂ, നിങ്ങളുടെ മുടിക്ക് ആപ്റ്റായിട്ടുള്ള ഷാമ്പൂ നിങ്ങൾ കണ്ടുപിടിച്ച് നിങ്ങൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുടിയിൽ ഡ്രൈനെസ് വരില്ല, സ്പ്ലിറ്റൻസ് വരില്ല, മുടി പൊട്ടിപ്പോവില്ല. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് തടയാൻ പറ്റും. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ തടഞ്ഞാൽ തന്നെ നമുക്ക് മുടി വളരാൻ വേണ്ടിയിട്ട് ഒരു ടോണർ യൂസ് ചെയ്താൽ കൂടി നിങ്ങൾക്ക് അടിപൊളി റിസൾട്ട് ആയിരിക്കും നിങ്ങളുടെ മുടിയിൽ കിട്ടാൻ വേണ്ടി പോണത്. അപ്പൊ എൻ്റെ മുടി എന്ന് വെച്ചാൽ എനിക്ക് എക്സ്ട്രീം ഡ്രൈ ആണ്. ഡ്രൈ എന്ന് വെച്ചാൽ അങ്ങേയറ്റം ഡ്രൈ ആണ്. പക്ഷെ എൻ്റെ മുടി ഞാൻ ഇങ്ങനെ സോഫ്റ്റ് ആക്കി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണതാണ്. അപ്പോൾ ഞാനിപ്പോൾ റീസെൻ്റ്ലി ഒരു ഷാമ്പൂ യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ കുറേ ഷാമ്പൂസ് എൻ്റെ മുടിക്ക് ചേരുന്നതായിട്ടുള്ള കുറേ ഷാമ്പൂസ് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇപ്പം റീസെൻ്റ്ലി ഞാൻ ഒരു റിവ്യൂ കണ്ടിട്ട് വാങ്ങിച്ച് യൂസ് ചെയ്തതാണ്. പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. മുടിയുണ്ടല്ലോ ഇങ്ങനെ തൊടുമ്പോഴത്തേക്കും അത് നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ഇപ്പോൾ ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ ഒരു തിളങ്ങുന്നത് പോലെ എനിക്കുണ്ടല്ലോ. പാർലറിലൊക്കെ പോയിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മുടി ഇങ്ങനെ ഒഴുകി കിടക്കും കേട്ടോ. ഇതൊക്കെ ഞാൻ പാർലറിൽ പോയിട്ടല്ല, വീഡിയോസൊക്കെ കാണുമ്പോൾ നമുക്ക് അറിയാലോ പാർലറിൽ പോയിട്ട് വന്നു കഴിഞ്ഞാൽ മുടി അങ്ങനെയാവും ഇങ്ങനെയാവും എന്നുള്ളത്. അപ്പം ആ ഒരു മുടി പോലെയാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. ശരിക്കും പറഞ്ഞാണ്ടല്ലോ ഇങ്ങനെ തൊടുമ്പോൾ ഇങ്ങനെ ഞാൻ കൈ വെക്കാം കേട്ടോ. ഇങ്ങനെ കൈ വെക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇങ്ങനെ ഒഴുകി പോവാട്ടോ മുടി. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒഴുകി കിടക്കും, ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആക്കിയിട്ട് ഈ ഒരു ഷാമ്പൂ എനിക്ക് എന്താ പറയാ അത്രമാത്രം ഇഷ്ടമായി. അപ്പം നിങ്ങൾക്ക് എക്സ്ട്രീം ഡ്രൈ ആയിട്ടുള്ള ഹെയർ ആണ്, മുടി പൊട്ടിപ്പോകുന്നുണ്ട്, മുടിയിൽ ധാരാളം സ്പ്ലിറ്റൻസ് വരുന്നുണ്ട്, ഈ ഫ്രിസിനെസ് എനിക്ക് കൺട്രോൾ ചെയ്യാനേ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ണും പൂട്ടി ഈ ഒരു ഷാമ്പൂ വാങ്ങിക്കാം കേട്ടോ. അപ്പം ഞാൻ ആ ഒരു ഷാമ്പൂ ഏതാണ്, എങ്ങനെയാണ് ഹെയർ വാഷ് ചെയ്യേണ്ടത് എന്നുള്ളതും കൂടി ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ആ ഒരു ഷാമ്പൂ വെച്ചിട്ട് കേട്ടോ. ഇത് ഡ്രൈ ഹെയർകാർ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ മുടിയിലുള്ളവർ മാത്രം ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. പക്ഷെ ഇതിൽ ആപ്ലിക്കേഷൻ കറക്റ്റാണ്, അത് എല്ലാവരും ഫോളോ ചെയ്യണം. അപ്പൊ നമുക്ക് അത് കണ്ടാലോ. അപ്പോൾ ഇതാണ് കേട്ടോ ആ ഒരു ഷാമ്പൂ. ഇത് മാട്രിക്സിൻ്റെ മെഗാ സ്മൂത്ത് ഷാമ്പൂ ആണ്. അതായത് ഞാൻ നിങ്ങളുടെ അടുത്ത് മുമ്പ് പറഞ്ഞല്ലോ, ഡ്രൈ ഹെയർകാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്മൂത്ത് ആയിട്ടുള്ള ഷാമ്പൂസ് വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഹൈഡ്രേഷനുള്ള ഡീപ്പ് നറിഷിംഗ് ആയിട്ടുള്ള ഷാമ്പൂസ് വേണം തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് എന്നുള്ളത് അത് ഈ ഒരു ഷാമ്പൂവിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. പ്രത്യേകം അവരതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഫ്രിസിനെസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഷാമ്പൂ ആണ് എന്നുള്ളത്. അപ്പോൾ അത് കൂടാതെ ഇതിൽ അമിനോ ആസിഡൊക്കെ ഉണ്ട് കേട്ടോ, ഷിയ ബട്ടറൊക്കെ ഉണ്ട്. ഷിയ ബട്ടറൊക്കെ നമ്മുടെ മുടിക്ക് നല്ലതാണ് കേട്ടോ, സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാൻ ഈ ഒരു ഷാമ്പൂ യൂസ് ചെയ്യുന്നത്. ഇന്നാണ് ഞാൻ ആദ്യമായിട്ട് ഈ ഒരു ഷാമ്പൂ യൂസ് ചെയ്യുന്നത്. ഞാൻ സാധാരണ ഷാമ്പൂസൊക്കെ കുറേ തവണ യൂസ് ചെയ്തിട്ടാണ് അതിൻ്റെ റിവ്യൂ അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഷാമ്പൂസ് മറ്റുള്ളവർക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുള്ളൂ. പക്ഷേ ഈ ഒരു ഷാമ്പൂ എന്താണെന്നറിയില്ല, ഒറ്റ യൂസിൽ തന്നെ അതിൻ്റെ ആ ഒരു റിസൾട്ട് അങ്ങനെ തന്നെ മുടിയിൽ തന്നിട്ടുണ്ട് കേട്ടോ. അത് എനിക്ക് തോന്നുന്നു ഈ ഷിയ ബട്ടറൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം എന്നുള്ളത്. അപ്പോൾ ഷാമ്പൂ ഉപയോഗിക്കേണ്ടത്
നമ്മൾ ഡയറക്റ്റായിട്ടല്ല, ഒരു കപ്പിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതിലേക്ക് ഈ ഷാമ്പു ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് ആ വെള്ളം ഉപയോഗിച്ച് വേണം നിങ്ങൾ ആദ്യം മുടി കഴുകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം നമ്മൾ മുടിയൊന്ന് നനച്ചെടുത്തതിന് ശേഷം ഈ ഷാമ്പു വെള്ളം നമ്മുടെ തലയുടെ ഓട്ടിലൊഴിച്ച് നല്ല വൃത്തിക്ക് നമ്മുടെ സ്കാൽപ്പ് നല്ലപോലെ കഴുകിയെടുക്കുക കേട്ടോ. നമ്മുടെ സ്കാൽപ്പിലാണ് ഡാൻഡ്രഫും അഴുക്കും ഈ പറഞ്ഞതുപോലെയുള്ള ഡേർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പോൾ അതിനാണ് നമ്മൾ ഈ ഷാമ്പു യൂസ് ചെയ്യുന്നത് തന്നെ. അതുകൊണ്ട് നമ്മുടെ തലയുടെ ഓട് നല്ലപോലെ മസാജ് ചെയ്ത് നല്ല വൃത്തിക്ക് തന്നെ നിങ്ങൾ കഴുകിയെടുക്കുക. അതിനുശേഷം ഈ മാട്രിക്സിൻ്റെ തന്നെ കണ്ടീഷണറും കൂടി യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ മുടി കഴുകിയെടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഒപ്പിയെടുക്കുക, കൈവച്ച് തന്നെ ഇങ്ങനെ പിഴിഞ്ഞെടുക്കുക കേട്ടോ. അപ്പോൾ കുറച്ചിങ്ങനെ വെള്ളമൊക്കെ വാർന്നു പോയിട്ടുണ്ടാവും. അതിനുശേഷം നമ്മുടെ ഈ ഒരു കണ്ടീഷണർ ഉണ്ടല്ലോ, നമ്മുടെ മുടിയിൽ മാത്രം, ഒരിക്കലും സ്കാൽപ്പിൽ കണ്ടീഷണർ ഉപയോഗിക്കാൻ പാടില്ല, നമ്മുടെ മുടിയിൽ മാത്രം ഉപയോഗിക്കുക കേട്ടോ. മുടിയിൽ നല്ലപോലെ അപ്ലൈ ചെയ്ത് ഇങ്ങനെ വിട്ട് കഴിഞ്ഞാൽ ശരിക്കും ഓരോ മുടികളും ഉണ്ടല്ലോ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഓരോ സെക്ഷൻ ബൈ സെക്ഷൻ പോലെ ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ നിൽക്കുന്നത് കണ്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ കണ്ടീഷണർ ഉപയോഗിച്ച് നമ്മുടെ വിരലുകൾ കൊണ്ട് ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. ഇപ്പം ഞാൻ കാണിക്കുന്നത് പോലെ കേട്ടോ. അപ്പോൾ ഫൈനലി ഇങ്ങനെ ഉണ്ടാവും. ഇനി നമ്മൾ ഒരു 5 മിനിറ്റ്, ഒരു 7 മിനിറ്റ് ഒക്കെ നമ്മളിത് നമ്മുടെ മുടിയിൽ വെക്കണം. അപ്പോൾ നിങ്ങൾ ഈ കണ്ടീഷണർ ഉപയോഗിച്ച് മുടി നേരെ മേലെ കെട്ടി വെക്കുക. അതിനുശേഷം നിങ്ങൾ മേലൊക്കെ കുളിച്ച് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ മുടി കഴുകിയെടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് ക്യാമറ ഓഫ് ചെയ്തിട്ട് വീണ്ടും ഓൺ ചെയ്തിട്ടാണ് കേട്ടോ കാണിക്കണത്. ഞാനൊരു 5 മിനിറ്റ് മാത്രമേ വെച്ചുള്ളൂ. എൻ്റെ അമ്മോ, അതിൻ്റെ ഒരു റിസൾട്ട്, ഈ കണ്ടീഷണർ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള റിസൾട്ട് ഞാൻ ഹെയർ വാഷ് ചെയ്യുമ്പോൾ തന്നെ എൻ്റെ മുടിയിൽ കാണാൻ പറ്റി എന്നുള്ളതാണ്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ മുടി ഇപ്പം തന്നെ തിളങ്ങുന്നത്? അതേ ഒരു തിളക്കം ഹെയർ വാഷ് ചെയ്ത് മുടി ഡ്രൈ ആവുമ്പോൾ കിട്ടുമോ എന്നുള്ളത് ഞാൻ ചിന്തിച്ചിരുന്നു കേട്ടോ. അങ്ങനെയാണല്ലോ. അപ്പം ഞാൻ അങ്ങനെ ചിന്തിച്ചിരുന്നു. പക്ഷേ മുടി ഉണങ്ങിക്കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു പാതി ഉണങ്ങിയപ്പോൾ കൂടെ എനിക്കിതിൻ്റെ ഡിഫറൻസ് അറിഞ്ഞില്ല. പക്ഷേ മുഴുവനായിട്ടും ഞാൻ രാവിലെ ഇത് ഉപയോഗിച്ചു. ഉച്ചയൊക്കെ ആകുമ്പോഴാണ് ഞാൻ കറക്റ്റായിട്ട് മുടിയൊന്ന് ചീകിയെടുത്തത് കേട്ടോ. അപ്പോഴാണ് എനിക്കിതിൻ്റെ ഒരു റിസൾട്ട് കറക്റ്റായിട്ട് അറിയാനും പറ്റിയത്. എൻ്റെ അമ്മയെ ഒരു രക്ഷയില്ല കേട്ടോ. ഭയങ്കരമായിട്ട് മുടി നല്ല പോലെ സോഫ്റ്റ് ആൻഡ് സ്മൂത്തായിട്ട് മാറിയിട്ടുണ്ട്. ശരിക്കും നമുക്കൊരു ഹെയർ സ്പാ ചെയ്തതുപോലെയുള്ളൊരു ഫീൽ കിട്ടോ. ഭയങ്കരമായിട്ട് ഫ്രിസി ആയിട്ടുള്ള ഹെയറൊക്കെയാണ്. നമുക്കൊരു ഹെയർ സ്പാ ഒക്കെ ചെയ്ത് ഇങ്ങനെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പാർലറിലും അവിടെ ഇവിടെയൊക്കെ പോകാറുണ്ട് അല്ലേ. അത് നിങ്ങൾ ഈ ഒരു ഷാമ്പു യൂസ് ചെയ്താൽ തന്നെ കിട്ടും എന്നുള്ളത് ഞാനിപ്പോൾ ലൈവായിട്ട് കാണിച്ചു തരാണ്. എനിക്ക് ഈ ഒരു ഷാമ്പു അത്ര മാത്രം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ മുടിയിൽ നല്ലൊരു മാറ്റം വേണം. ഐ മീൻ ഡ്രൈ ഹെയറുകാരാണെങ്കിൽ മാത്രം കേട്ടോ. ഞാൻ പ്രത്യേകം പറയുകയാണ്, ഡ്രൈ ഹെയറുകാരാണ്, മുടി ചീകുന്ന സമയത്ത് പൊട്ടിപ്പോകുന്നുണ്ട്, മുടിയിൽ ഡ്രൈനസ് വരുന്നുണ്ട്, മുടി കൺട്രോളേ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒറ്റ യൂസിൽ നിങ്ങളുടെ മുടിയെ പിടിച്ച് കെട്ടിയതുപോലെ കൺട്രോളായിട്ട് നിർത്താൻ കഴിവുള്ള ഒരു സൂപ്പറായിട്ടുള്ളൊരു ഷാമ്പു ആണ്. അയ്യോ, എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. എൻ്റെ മുടി ഉണ്ടല്ലോ ഇങ്ങനെ സോഫ്റ്റായിട്ട്, എനിക്കിങ്ങനെ കൈ വെച്ചാലുണ്ടല്ലോ ഇങ്ങനെ ഒഴുകി പോണ പോലെയാണ് കേട്ടോ തോന്നണത്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഉണ്ടോ എന്നുള്ളത് ഞാൻ നോക്കട്ടെ കേട്ടോ. ഞാൻ നൈക്കിയിൽ നിന്നാണ് ഇത് വാങ്ങിച്ചത്. ഫ്ലിപ്കാർട്ടിലോ ആമസോണിലോ ഞാൻ സെർച്ച് ചെയ്ത് ലിങ്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാനിവിടെ ടാഗ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് കണ്ണും പൂട്ടി വാങ്ങിക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ, ഈ ഒരു ടോപ്പിക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ഉള്ളതാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതറിയാതെ പോകുന്ന ഒരുപാട് ആളുകളുണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്, റിലേറ്റീവ്സ് ഉണ്ട്. അവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചോളൂ. ഞാൻ വോയിസ് ഓവർ ചെയ്ത് തന്നെ നിങ്ങൾ ഓരോരുത്തർക്കും റീപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഇതേപോലെ മറ്റൊരു